അവിഹിതം രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ചെവിക്കുള്ളിൽ ഒരു മുഴക്കം, കവിളിൽ മൊത്തത്തിലൊരു പുകച്ചിൽ. പല്ലുകൊണ്ട് നാക്ക് മുറിഞ്ഞിട്ടാണോ എന്തോ വല്ലാത്തൊരു തരിപ്പും ചോരയുടെ രുചിയും. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നത് അറിയുന്ന പോലുമില്ല. ലോഡ് എടുത്തും കൊടുത്തും തഴമ്പിച്ച കൈകൊണ്ട് കിട്ടിയ ആദ്യ അടിയിൽ തന്നെ ആദിയുടെ കാൽപാദത്തിലെ മണ്ണ് മുഴുവനും ചോർന്നുപോയി. നേരെ ഒന്ന് നിൽക്കാനും മുന്നിൽ നിൽക്കുന്ന അച്ഛനെ നോക്കാനും ഒന്നും അവന് സാധിക്കുന്നില്ല. കണ്ണിലെല്ലാം വല്ലാത്തൊരു മൂടാപ്പ് വന്ന് നിറഞ്ഞ പോലെ. കാലിലെ പെരുവിരൽ മുതൽ തലച്ചോറ് വരെ ഒരേ പെരുപ്പ് മാത്രം. പറയടാ, പാല് തന്ന കൈക്ക് തന്നെ നീ കേറി കൊത്തിയല്ലേ, എങ്ങനെ തോന്നിയടാ എന്നാലും? രമേശൻ അട്ടഹസിച്ചുകൊണ്ട് അവന്റെ കോളറിൽ പിടിച്ചു കുലുക്കി തന്നെയും പിന്നെയും തല്ലാൻ ശ്രമിക്കുമ്പോഴും ആദി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നേര് പറഞ്ഞാൽ ആദിക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒരു വിധത്തിൽ ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഒപ്പം ദേഹം നൊന്ത വേദനയും. പിന്നെയും എന്തോ പറഞ്ഞുകൊണ്ട് രമേശ് അവനെ തല്ലാനായി പാഞ്ഞെടുത്തതും അവൻ ആ കൈ തട്ടി മാറ്റി അപ്പനെ പിന്നിലേക്ക് തള്ളി. ആ കാഴ്ച എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു. ചുറ്റുമുള്ളവരെല്ലാം വല്ലാത്തൊരവസ്ഥയിലായി. എന്തൊക്കെ പറഞ്ഞാലും അപ്പനെ കൈവെക്കുക എന്നുള്ളത് അവർക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഏതാണ്ടൊക്കെ ആദിക്കും. പക്ഷെ ചിന്താശേഷി നഷ്ടമായിരുന്നു ആദിക്ക് ആ സമയം. അത് കണ്ടതും ദേഷ്യത്തോടെ വന്ന് ഗീത ആദിയുടെ കൈപ്പോയത്തിട്ട് മൂന്നാലടി കൊടുത്തു. അപ്പനെ പിടിച്ച് തള്ളാൻ പാകത്തിന് നീ വളർന്നോടാ? ഏ, വളർന്നോന്ന്? ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാവരും? ഓരോന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും തന്നെ അടിക്കുന്ന ഗീതയെ അവൻ ഇടതു കൈ കൊണ്ട് തട്ടി അകറ്റി മാറ്റി. ഇനി എന്നെ ഒരൊറ്റയാൾ പോലും തൊട്ടുപോകരുത്. തൊട്ടാ നീ എന്ത് ചെയ്യുമടാ? എന്റെ ദേഹം നൊന്താൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വെറുതെ എന്നെ തല്ലിച്ചതയ്ക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുലയ്ക്കുന്നുണ്ടോ? അയ്യോ, ഒരു പുണ്യാളൻ! നിനക്കപ്പൊ കാര്യമൊന്നും അറിയില്ല അല്ലേടാ? ഇല്ല, അറിയില്ല. ആദി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അച്ഛന് ദേഷ്യം വരുന്നതും വരാത്തതുമൊക്കെ അച്ഛന്റെ മാത്രം കാര്യം. ഇപ്പൊ അതൊന്നുമല്ല എന്റെ പ്രശ്നം. ഞാൻ എന്ത് ചെയ്തിട്ടാണ് അച്ഛൻ എന്നെ ഇങ്ങനെ പട്ടിയെ പോലെ തല്ലിച്ചതച്ചത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. നിനക്കറിയില്ല? ഒരു ചോദ്യം തന്നെ തന്നെയും പിന്നെയും 1000 തവണ ചോദിച്ചാലും എന്റെ മറുപടി ഒന്നു തന്നെയാണ്: എനിക്കറിയില്ല. അവൻ ആത്മവിശ്വാസത്തോടെ രമേശന്റെ കണ്ണിൽ നോക്കി പറഞ്ഞതും അയാൾ പതറി. നീ പിന്നെയും നിന്റെ പ്രേമം പരിപാടി തുടങ്ങിയല്ലേ? അതും കുടുംബത്തിൽ നിന്ന് തന്നെ? പതറിച്ച് മറച്ചുകൊണ്ട് രമേശൻ അവനോട് ചോദിച്ചു. അച്ഛൻ എന്താ വല്ല വെളിപാടും കിട്ടിയോ? അതേടാ ചെക്ക, ഈ പോക്ക പോണതെങ്കിൽ എനിക്ക് വെളിപാട് മാത്രമല്ല കിട്ടുക, നിന്നെപ്പോലൊരു അസുരനെ ജന്മം നൽകിയതിന് എന്നെ കുഴിയിൽ കൊണ്ട് വെക്കുകയാ വേണ്ടത്. രണ്ട് കൈയും തലയ്ക്കടിച്ചവൻ വെറും നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു. അമ്മ, എന്താ അമ്മ ഇതൊക്കെ? അച്ഛൻ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അതുപോലെ കുടുംബത്തിൽ നിന്നും ഞാൻ ആരെ പ്രേമിച്ചെന്നാണ് പറഞ്ഞത്? അവന്റെ ആ ചോദ്യത്തിൽ ഗീതയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഇരച്ചു കയറി. നീയപ്പോ നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരെയും പ്രേമിക്കുന്നില്ലേ? അവരുടെ ആ ചോദ്യത്തിൽ തന്നെ അവൻ ഞെട്ടി. കുടുംബത്തോന്ന് ഞാൻ പ്രേമിക്കാനോ? ആരെ പ്രേമിക്കാൻ? ഈ നിൽക്കുന്ന എന്റെ അനിയത്തിയോ? അതോ ഇവളുടെ നിഴൽ കണ്ടാൽ മാത്രം പുറത്തേക്ക് വരുന്ന ആ മിണ്ടാപ്പൂച്ചയോ? പറയമ്മേ, ആരെയാ ഞാൻ കേറി പ്രേമിച്ചേ? ദേഷ്യത്തോടൊപ്പം തന്നെ വല്ലാത്തൊരു സങ്കടവും അവനെ വന്ന് മൂടി. ആദിയുടെ ദേഷ്യത്തോടെയുള്ള ആ ചോദ്യം ചെയ്യലിൽ സകലനും ഞെട്ടിക്കൊണ്ടെഴുന്നേറ്റു. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? അതുവരെ മിണ്ടാതിരുന്ന ഷാജി പെട്ടെന്ന് അവനരികിലേക്ക് പാഞ്ഞു ചെന്നു. എനിക്കിവിടെ നടക്കുന്ന ഒന്നും മനസ്സിലാകുന്നില്ല പാപ്പ. സത്യമായിട്ടും മനസ്സിലാകുന്നില്ല. ഞാൻ ആരെ പ്രേമിച്ച് ചതിച്ചെന്ന് പറഞ്ഞ ഈ വിചാരണയും ശിക്ഷയും ഒക്കെ? വല്ലാതൊരു പെടപ്പോടെ അവൻ നിലത്തേക്കിരുന്നു. അപ്പോ മോനും ദേവിയും തമ്മിൽ ഇഷ്ടത്തിലല്ലേ? വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ആകാംക്ഷയോടു കൂടിയായിരുന്നു ഷാജിയുടെ ആ ചോദ്യം. എന്താ? അതുവരെ നിലത്ത് തളർന്നിരുന്ന ആദി ശടയെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു. മോനെ, പാപ്പൻ എന്താപ്പ എന്നോട് ചോദിച്ചത്? ദേഷ്യം മാറി ഞെട്ടലായിരുന്നു ആ ശബ്ദത്തിൽ. അത് മോനെ, നീയും ദേവിയും തമ്മിൽ ഇഷ്ടത്തിലാണോ? ഇഷ്ടമോ? അത് ഞാനും ദേവിയും തമ്മിലോ? ഭ്രാന്തുണ്ടോ നിങ്ങൾക്ക്? അവന്റെ ശബ്ദം നല്ലോണം കടുത്തു. ഒപ്പം മുഖം വല്ലാതെ വരിഞ്ഞു മുറുകി. അവന്റെ മുഖത്തെ ദേഷ്യവും ശബ്ദത്തിലെ ഉറപ്പിലും ചുറ്റും നിന്ന് എല്ലാവരും വല്ലാണ്ട് പകച്ചു. മോനെ, അത്... അവന്റെ സ്വരം വല്ലാതെ ഉയർന്നവരും ബാക്കി എല്ലാവരും അങ്ങ് തവിഞ്ഞു. ആരാ പാപ്പ? ആരാ ഇങ്ങനൊരു വേണ്ടാതീനം ഇവിടെ ഒന്ന് മൂട്ടിത്തന്നത്? പറയ് പാപ്പ. അവൻ ഇനി ആരായാലും അവന്റെ മുട്ടുകാലും ഞാനും തല്ലി ഒടിക്കും. പറഞ്ഞു പറഞ്ഞ് എന്തും പറയാന്നായോ? അവന്റെ ആ ചോദ്യം ചെയ്യലിനും ദേഷ്യത്തിലും മറ്റുള്ളവർക്കുണ്ടായത് അമ്പരപ്പും പകപ്പാടുമായിരുന്നെങ്കിൽ ആരതി പഞ്ചാക്ഷര മന്ത്രം ജപിക്കുകയായിരുന്നു. മരണത്തിന് ശേഷം നേരിട്ട് സ്വർഗം കിട്ടാനായി. പാപ്പൻ ഇതുവരെ പറഞ്ഞില്ല. അവന്റെ മുഖത്ത് നോക്കി എന്ത് പറയണമെന്നറിയാൻ നിൽക്കുന്ന ഷാജിയുടെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ആദി പിന്നെയും ചോദിച്ചു. ചോദിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആക്രോശത്തോടെ അലറിയെന്ന് പറയുന്ന അവൻ നേര്.
അവന്റെ ഒച്ചപ്പാടിലും ബഹളത്തിലും ഷാജിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. ഏതാണ്ട് അതൊക്കെ തന്നെയായിരുന്നു ബാക്കിയുള്ളവരുടെയും അവസ്ഥ. രമേശനും എന്താ പറയണ്ടേ ചെയ്യണ്ടേ എന്നൊന്നും തിരിയാതെ ഒരുമാതിരി 90 അടിച്ച അവസ്ഥയിലായി. ചന്തയിൽ ലോഡ് ഇറക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് കണ്ണു നിറച്ച് ഷാജി ഷീബയും കൂടി അങ്ങോട്ട് ഓടി വന്നത്. അടുത്തു വന്ന് നിന്നിട്ടും കരച്ചിൽ നിർത്താത്തവരെ കണ്ട് ഭയന്നുപോയി. എന്തോ വലിയ അപകടം പറ്റിയെന്ന് വിചാരിച്ച് പാർട്ടി ഓഫീസിൽ കയറി അവധിയും പറഞ്ഞ് കൈയോടെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. വരുന്ന വഴി മൊത്തം എന്തൊക്കെ ചോദിച്ചിട്ടും ഭാര്യയും ഭർത്താവും കരയുന്നതല്ലാതെ ഒരു വാക്ക് മിണ്ടിയില്ല. ഗീതയെ കൂടെ കണ്ടിട്ടേ പറയുന്നുള്ള ഒരു വാചകം ഷാജിയുടെ വായിൽ നിന്ന് കേട്ടതും നേരെ അങ്ങോട്ട് വെച്ചു പിടിച്ചു. അവിടെ ചെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ അവളുടെ അവസ്ഥയും തന്നിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. പക്ഷെ പെമ്പറനോതിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാ. ആ ചൊരിക്കിൽ അവള് 4 തുള്ളു തുള്ളിയപ്പോൾ ഷീബ തത്ത പറയും പോലെ ഭർത്താവിന്ന് അറിഞ്ഞത് മൊത്തം അവിടേക്ക് കൊട്ടിയിട്ടു. സത്യം പറയാലോ, അത് കേട്ടപ്പോൾ കാലിനടിയിലെ മണ്ണ് ഒഴുക്കുവെള്ളത്തിൽ ഒലിച്ചു പോയ പോലെ പാഞ്ഞുപോയി. അവൻ വേറെ എന്തൊക്കെ തരികട കാണിച്ചാലും ചിലപ്പോൾ അങ്ങ് സഹിച്ചേനെ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കുരുത്തക്കേട് കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നടപ്പുണ്ടായിരുന്നെങ്കിലും ഒരിക്കലും അവൻ കുടുംബത്തിൽ കയറി കൈവെക്കുമെന്ന് കരുതിയില്ലാരും. കേട്ടതും ഞെട്ടിപ്പോയി. പിടിച്ച പിടിയാലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വരുന്ന വഴി അവനോടും വീട്ടിലേക്ക് എത്താൻ വിളിച്ചു പറഞ്ഞു. ആദ്യപ്പറ്റി ഇത്രയും കേട്ടെങ്കിലും ഗീത മാത്രം വിശ്വസിക്കാൻ ഒന്നും മടിച്ചിരുന്നു. ആരതി മോളാണ് ഈ വിവരം വന്ന് പറഞ്ഞത് എന്നുള്ള ഷാജിയുടെ ഒറ്റ മറുപടിയിൽ അവളും കർണം പറഞ്ഞു. ആരതിക്ക് ആദിയും ദേവിയും ഒരുപോലെയാണ്. രണ്ടും ജീവന്റെ ഭാഗം തന്നെ. അങ്ങനെയുള്ളവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ അത് സത്യം തന്നെയായിരിക്കും. പക്ഷെ അപ്പോഴും ആരും ചോദിച്ചില്ല അവൾ എന്തുകൊണ്ട് വീട്ടിൽ പറയാതെ നേരെ ഷാജി പാപ്പന്റെ അടുത്ത് പോയി ഇതൊക്കെ പറഞ്ഞെന്ന്. അവിടുന്ന് വന്നു കയറിയ നിമിഷം മുതൽ എല്ലാവരുടെയും കണ്ണും കാതും പടുപ്പുരയിലായിരുന്നു. പൾസറിന്റെ സൗണ്ട് കേട്ടതും അതുവരെ അടക്കിപ്പിടിച്ച ദേഷ്യമെല്ലാം കൂടെ അവിടെ നിന്നാണ് തലയിലേക്ക് ഇരച്ചു കയറിയതെന്ന് മനസ്സിലായില്ല. ആ എടുത്തുചാട്ടത്തിലാണ് ഒന്നും ചോദിക്കാതെയും പറയാതെയും ആദിയെ കയറി അടിച്ചത്. പക്ഷെ ഇവന്റെ ചോദ്യവും പറച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ തെറ്റുപറ്റിയോന്നൊരു സംശയം. എന്തൊക്കെ തോന്നിവാസം കാണിച്ചാലും ചെയ്ത കാര്യം മുഖത്തു നോക്കി പറയുന്നവനാണ് ആദി. ആ ധൈര്യം അവനിൽ എന്നുമുണ്ട്. അത് ആ മനക്കിലെ വിഷയത്തിൽ എല്ലാവർക്കും മനസ്സിലായതാണ്. വേണമെങ്കിൽ അവിടുത്തെ പെങ്കൊച്ചിനെ കുറ്റക്കാരിയാക്കി എന്തോ കള്ളവും പറഞ്ഞ് രക്ഷപ്പെടാവുന്ന സ്ഥാനത്ത് അവൻ ഒരു ചളുപ്പുമില്ലാതെയാണ് അവളുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്തവിടെ പോയിന്ന് തന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രമേശന്റെ മനസ്സിലെ ചോദ്യം തന്നെയായിരുന്നു ബാക്കി എല്ലാവർക്കും. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ സ്വപ്നം കണ്ടു നിൽക്കാതെ കാര്യം പറയുന്നുണ്ടോ? ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്? ഞാൻ ദേവിയെ പ്രേമിക്കുന്നുന്ന്. അത് മോനെ, ഷാജിയുടെ നോട്ടം ആരതിൽ ചെന്ന് നിന്നു. കൊച്ചിനെ എന്തിനാ നോക്കുന്നത്? അവൾക്കറിയാമോ ആള്? അറിയാവോടി? ഏ? അവളൊന്ന് ഞെട്ടി. കിളി പോയി വന്ന് നിൽക്കാതെ ചോദിച്ചതിന് മറുപടി പറയടി പുല്ലേ. നിനക്കറിയാമോ ഞാൻ ദേവിയെ പ്രേമിക്കുന്നുണ്ടെന്ന് ഇവരോട് പറഞ്ഞ ആളെ? ആ, എനിക്കറിയില്ല. ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല മറുപടി പറയാൻ. അല്ലേലും അവളോട് എന്തിനാ ഞാൻ ചോദിക്കുന്നത്? എന്നെ തെറ്റുകാരനാക്കാനും തല്ലാനും മുൻപന്തിയിൽ നിന്നവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അവര് തന്നെ ഉത്തരം പറഞ്ഞാൽ മതി. തീരുമാനം പോലെ ആദ്യം രമേശന്റെയും ഗീതയുടെയും മുന്നിൽ ചെന്ന് നിന്നു. ഈ നേരം രമേശന്റെയും ഗീതയുടെയും നോട്ടം ഷാജിയിലായിരുന്നെങ്കിൽ ഷാജിയുടെ നോട്ടം മൊത്തം ആരതിയിലായിരുന്നു. ഇവൾക്കിപ്പോ കള്ളം പറയാനൊരു നിമിഷം പോലും വേണ്ടി വന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇവളെന്റെ മോളെപ്പറ്റി പറഞ്ഞതും കള്ളമായിരിക്കുമോ? അങ്ങനെയെങ്ങാനും ആണെങ്കിൽ ഈ പ്രശ്നങ്ങൾ മൊത്തമുണ്ടാക്കി നിരപരാധിയായ ആദിയെ തല്ലി ഒളിച്ചതിന് രമേശനും ഗീതയും ഈ ജന്മത്തെന്നോട് പൊറുക്കുമോ? ഷാജിയുടെ മനസ്സ് വേവലാതിപ്പെടുന്നതിനൊപ്പം തന്നെ കണ്ണു പിന്നെയും നിറഞ്ഞു. ഇതുവരെ കരുതി പിടിച്ച ധൈര്യം ഒലിച്ചു പോകുന്ന പോലെ തോന്നിയതും ഷാജി ആരതിയുടെ മുന്നിൽ പോയി നിന്നു. ആരതി മോളെ. ആ വിളി കേട്ടതും അവളുടെ ഹൃദയം നൊന്തു. മോളല്ലേ പാപ്പനോട് പറഞ്ഞത് ആദിയും ദേവിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല മോളെ. പാപ്പന്റെ ആരതിയുടെ നിൽപ്പിലും പറച്ചിലും ആദിക്ക് എന്തൊക്കെയോ സംശയമുണ്ടായി. അവൻ ആരതിയുടെ അടുക്കലേക്ക് ചെല്ലുന്നതിന് മുന്നേ തന്നെ ഗീത അവൾക്കടുത്തേക്ക് പോയി കൈക്കൊരൊറ്റ അടി കൊടുത്തിരുന്നു. അമ്മ എന്തിനപ്പോ എന്നെ തല്ലിയത്? ഞാൻ പാപ്പനോട് അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അങ്ങനെയല്ലെങ്കിൽ പിന്നെ നീ എന്താടി പറഞ്ഞത്? ഗീതയെ തട്ടിമാറ്റി ആദി അവൾക്കടുത്തേക്ക് ചെന്നു. അത് ഞാൻ പറയടി പ്ലീസ് അണ്ണ, തല്ലല്ലേ. തല്ലും, പറയടി സത്യം. അവന്റെ ഒച്ചയിൽ പേടിച്ചു നിൽക്കുമ്പോഴും മനസ്സിൽ അവളുടെ മരണാനന്തരമുള്ള വായ്ക്കിരിച്ചടങ്ങും സ്കൂളിൽ നിന്നും പരിചയക്കാരിൽ നിന്നുമൊക്കെ കരഞ്ഞോണ്ട് പൂച്ചെണ്ട് ഏറ്റുവാങ്ങുന്നതും റീത്ത് ഏറ്റുവാങ്ങുന്നതുമായിരുന്നു മനസ്സിൽ. എടി, കവളിൽ ആദ്യത്തെ അടിയായപ്പോഴേക്കും അവള് വീണിരുന്നു. അണ്ണ തല്ലല്ലേ അണ്ണ, ഞാൻ സത്യമാ പറയുന്നത്. ഞാൻ ഒരിക്കലും ഏട്ടന് ഇഷ്ടമുണ്ടെന്നല്ല പാപ്പനോട് പോയി പറഞ്ഞത്. ദേവിക്ക് അണ്ണനെ ഇഷ്ടമാണെന്ന. സത്യം അണ്ണ, സത്യം. ഇനിയല്ലേ തല്ലല്ലേ അണ്ണ, ഞാൻ പാവാ. ആദിയുടെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടവൾ വലിയ വായിലേക്ക് കയറി. എന്റെ കൃഷ്ണ, നാശം പിടിച്ചവള് കാരണമാണ് ഇക്കണ്ട അടിമൊത്തം എനിക്ക് കിട്ടിയത്. ഇനി ഒരെണ്ണം കൂടി കിട്ടിയാൽ മാനത്ത് കാണി മലച്ചു കിടക്കുന്ന പോലെ ഞാൻ ഇവിടെ മരന്നു കിടക്കും. എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷിക്കും.
നോക്കിക്കോടി പട്ടി, ഞാൻ മരിച്ചാൽ പോലും എനിക്ക് വായിക്കരിയിടാൻ നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കരുതെന്ന് ഞാൻ എന്റെ വിൽപത്രത്തിൽ അച്ഛനോട് പറഞ്ഞു വെക്കും. എനിക്കെങ്ങാനും മോക്ഷം കിട്ടാതെ വന്നാൽ പ്രേതമായി നിന്റെ ചോര ഊറ്റി ഞാൻ ജീവിക്കും. അവസാനം നിന്നെ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ കൊല്ലും, പ്രേതമാക്കും, നോക്കിക്കോ. ആ നേരവും മനസ്സിലുള്ള ദേഷ്യമൊത്തവും ദേവിയുടെ അടുക്കലേക്ക് തീർക്കുകയായിരുന്നു ആരതി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.